വന്ദേമാതരത്തിന് സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയ UDF സർക്കാരിനെതിരെ BJP നിയമ നടപടിക്ക് അധികാരത്തിലേറാൻ സഹായിച്ച തീവ്രവാദ സംഘങ്ങളെ തൃപ്തിപ്പെടുത്താനാണ് വന്ദേമാതരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയതെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. നടപടി രാജ്യദ്രോഹപരവും ഭരണഘടനാ ലംഘനവുമാണെന്ന് BJP വിമർശിച്ചു. സംസ്ഥാനത്ത് വന്ദേമാതരത്തിന് സമ്പൂർണ്ണ വിലക്ക്, VD സവർക്കറിന് അവഹേളനം, വന്ദേമാതരം പാടാൻ അനുവദിക്കാതെ കേരളത്തിലെ സ്വാതന്ത്ര്യ ദിനാഘോഷം UDF സർക്കാർ അലങ്കോലപ്പെടുത്തി. ഇത് രാജ്യദ്രോഹകരവും ഭരണഘടനാ ലംഘനവുമാണ്. AICC ആസ്ഥാനത്ത് നിന്നാണോ പാണക്കാട് നിന്നാണോ ഈ നിർദ്ദേശം ലഭിച്ചതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കണമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു. നടപടിക്കെതിരെ BJP നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. രാഷ്ട്രീയമായും നേരിടും. എവിടുന്ന് കിട്ടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സമ്പൂർണമായ നിരോധനം വന്ദേമാതരത്തിന് ഏർപ്പെടുത്തി. AICC ആസ്ഥാനത്ത് വന്ദേമാതരം ഗാനം സമ്പൂർണമായി ആലപിച്ചു. അതിനാണ് കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലും ഈ സമ്പൂർണ്ണ വിലക്ക് ഉണ്ടാകേണ്ടതായിരുന്നു. AICC ആസ്ഥാനത്തല്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പാണക്കാട് നിന്നാണോ എന്ന് മുഖ്യമന്ത്രി വ്യക്തമാണ്. അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി, SDPI, PFI കേന്ദ്രങ്ങളിൽ നിന്നാണോ ഈ നിർദ്ദേശം വന്നത്? ഇത് പരസ്യമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണ്. അതുകൊണ്ട് UDF സർക്കാരിന്റെ ഈ ദേശവിരുദ്ധ ഭരണഘടനാ വിരുദ്ധ നിലപാടിനെതിരെ ഞങ്ങൾ നിയമപരമായ പോരാട്ടം നടത്തും. ഒരുപക്ഷെ മുഖ്യമന്ത്രി കോടതിക്ക് ഉത്തരം പറയേണ്ടി വരും. വന്ദേമാതരം ആലപിച്ച AICC ആസ്ഥാനത്തെ ഗായക സംഘത്തെയും മറ്റ് സംസ്ഥാന സർക്കാരുകളെയും BJP അഭിനന്ദിച്ചു. ഒപ്പം UDFനെ അധികാരത്തിലേറാൻ സഹായിച്ച തീവ്രവാദ ശക്തികളെ തൃപ്തിപ്പെടുത്താനാണ് വന്ദേമാതരത്തെ വിലക്കിയതെന്നും PK കൃഷ്ണദാസ് വിമർശിച്ചു. ദേശവിരുദ്ധതയുടെ പാതയിലേക്ക് സഞ്ചരിക്കാൻ പ്രേരണ നൽകുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. ഇത് കൊടും ക്രൂരത, കൊടും പാതകമാണ് ഇത് ചെയ്തത്. ഇവിടെ കേരളത്തിൽ സർക്കാർ സ്പോൺസേഡ് ദേശവിരുദ്ധതയാണ് ഇപ്പൊ നടക്കുന്നത്. ഇതെല്ലാം തങ്ങൾക്ക് അധികാരത്തിലേറാൻ പിന്തുണച്ച തീവ്രവാദ സംഘടനകളെ പ്രീതിപ്പിക്കാനുമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. VD സവർക്കറെ അവഹേളിക്കുകയും വന്ദേമാതരത്തെ വിലക്കുകയും ചെയ്തതോടെ കോൺഗ്രസ് സ്വന്തം പിതൃത്വത്തെ തള്ളിപ്പറഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിലും വന്ദേമാതരാലാപനം തടസ്സപ്പെടുത്തിയതോടെ CPMന്റെ നിലപാടും വ്യത്യസ്തമല്ല എന്ന് തെളിയിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനം, കൊച്ചി.